Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. യൂദാപുരം ദേവാലയ പരിസരത്തെ ബെത്ലഹേമാക്കി മാറ്റി ഇടവകയിലെ യുവജന കൂട്ടായ്മ. തിരുപ്പിറവിയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന തരത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നിരവധി പപ്പാഞ്ഞമാർ അണിനിരന്ന ക്രിസ്മസ് കരോൾ അത്യാകർഷകമായിരുന്നു. അങ്കമാലി മഞ്ഞപ്ര റോഡ് വഴി കടന്നുപോകുന്ന ഏവരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് യൂദാപുരത്ത്. വൈദ്യുതി ദീപങ്ങളാൽ കുളിച്ചു നിൽക്കുന്ന ദേവാലയം ഒരു ഭാഗത്ത്, എതിർഭാഗത്ത് ക്രിസ്മസ് ട്രീകൾ പ്രഭ പരത്തുന്ന നേർച്ച സദ്യ ഗ്രൗണ്ട്. അതിമനോഹരമായ വലിയൊരു ക്രിസ്മസ് ട്രീയായി പരിവർത്തനം ചെയ്യപ്പെട്ട കൊടിമരം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഗ്രൗണ്ടിന്റെ മതിൽക്കെട്ടിൽ തിരുപ്പിറവിക്ക് സാക്ഷിയായ രാജാക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും മാലാഖമാരുടെയും ദൃശ്യാവിഷ്കാരം. 10 ദിവസത്തോളം നീണ്ടുനിന്ന കഠിനാധ്വാനമാണ് ക്രിസ്തുമസ് അലങ്കാരങ്ങളെ അതിമനോഹരമാക്കിയത്. 30 അടിയോളം ഉയരമുള്ള ക്രിസ്തുമസ് ട്രീയാക്കിയാണ് കൊടിമരത്തെ മാറ്റിയെടുത്തത്. 900ഓളം റിബണുകൾ, പ്ലൈവുഡ്, കമ്പി, പെയിന്റുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചാണ് ക്രിസ്തുമസ് ട്രീ ഒരുക്കിയത്. പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയുടെ മേൽനോട്ടത്തിൽ സഹവികാരി ഫാദർ ലിജോ ജോഷി, യൂത്ത് വിംഗ് ഭാരവാഹികളായ ഷോൺ ജോസഫ്, സോജൻ തൈക്കൂട്ടത്തിൽ, സാൻഡോ, യേശുദാസ്, മതബോധന വിഭാഗം HM സാബു തുടങ്ങി ഒട്ടേറെ പേരാണ് അലങ്കാരപ്പണികളിൽ കർമ്മനിരതരായത്. യൂദാപുരം തീർത്ഥാടന ദേവാലയം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്നതും പ്രത്യേകതയാണ്. അതിനാൽ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി അലങ്കാരങ്ങൾ മനോഹരമാക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിച്ചതായി സഹവികാരി ഫാദർ ലിജോ ജോഷി പറഞ്ഞു. അങ്കമാലി യൂദാപുര ഇടവകയെ സംബന്ധിച്ചിടത്തോളം 25 വർഷത്തിന്റെ ജൂബിലി, സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എത്രയും മനോഹരമാക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു എല്ലാ വർക്കുകളും തുടങ്ങിയത്. ഞങ്ങൾ കഴിഞ്ഞ 15-ാം തീയതി തൊട്ട് ഞങ്ങളുടെ വർക്കുകൾ ആരംഭിച്ചു. ആദ്യം തുടങ്ങിയത് ട്രീയിൽ നിന്നാണ്. ട്രീയിൽ കൊടിമരം കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു ഐഡിയ വന്നു, അങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കാം, 30 അടി ഉയരത്തിൽ ഒരു ട്രീ ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ് ഞങ്ങൾ ചെയ്തത്. ആ പ്ലാനിൽ ഞങ്ങൾ മാർക്കറ്റിൽ പോയി കുറേ റിബണുകൾ മേടിച്ചു. ഏകദേശം ഒരു 900-ന് മേലെ റിബണുകൾ മേടിച്ചിട്ടാണ് ഈ ഒരു വർക്ക് തുടങ്ങിയത്. അതിൽ 2 റിങ്ങുകളാണ് മേളിലായിട്ട് സ്ഥാപിച്ചേക്കുന്നത്. ഒരു റിങ് മേളിലും ഒരു റിങ് താഴെയും. അതിൽ 36 കൊളുത്തുകൾ താഴെ നിന്ന്, അതിൽ നിന്ന് കമ്പിവേലി നമ്മൾ ചുറ്റുകമ്പി കെട്ടി ആ രീതിയിൽ റൗണ്ടാക്കി എടുത്തിട്ടാണ് ഈ ഒരു ഇത് നിർമ്മിച്ചെടുത്ത് അതിനുശേഷം റിബണൊക്കെ കെട്ടി മുകളിൽ സ്കഫോൾഡിങ് ഇട്ടാണ് ഞങ്ങളൊരു 4 പേര്. സാബു സാർ ഉണ്ടായിരുന്നു, നമ്മുടെ മതബോധനത്തിൻ്റെ HM ആണ്, ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഷോൺ ജോസഫ് നമ്മുടെ യൂത്തിൻ്റെ പ്രസിഡൻ്റാണ്, അപ്പോൾ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സോജൻ തൈക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു പയ്യനോട് ഉണ്ടായിരുന്നു. ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല, ഇച്ചിരി വൈകും. അപ്പോൾ അദ്ദേഹവും ചേർന്ന്, പിന്നെ യേശുദാസ്, സാൻഡോ, അങ്ങനെ കുറച്ച് പേര് ചേർന്നിട്ടാണ് എല്ലാവരും കൂടി ചേർന്നാണ് ഈ ഒരു വർക്കുകൾ ചെയ്ത്. കുട്ടികളെല്ലാവരും കൂടി റിബൺ ചുറ്റാനും ഇതിനുവേണ്ടി എല്ലാം ഒത്തിരി സഹായിച്ചു. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ട്രീ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മരപ്പണിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ പ്ലൈവുഡ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരികയും ഈ കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ചെന്ന് കട്ട് ചെയ്തു. പെയിന്റ് അടിക്കുകയും കുട്ടികളൊക്കെ തന്നെയായിരുന്നു. സാറും കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കേന്ദ്ര സമിതിയിലെ അംഗങ്ങളുണ്ടായിരുന്നു, വികാരിച്ചിന് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും അതുപോലെ തന്നെ പെയിന്റ് അടിക്കാൻ പോലും എല്ലാവരും തന്നെ വന്ന് ഇത് നല്ല രീതിയിൽ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഞങ്ങളിത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യണം എന്നുള്ളത് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇമാജിനേഷനേക്കാളും കുറച്ചും കൂടിയൊക്കെ ഔട്ട്കം വളരെ ബെറ്റർ ആയിട്ട് വന്നു എന്നാണ് തോന്നിയത്. ഒത്തിരി പേര് വന്ന് പറയുകയും ചെയ്തു, ഒരു വർക്ക് വളരെ മനോഹരമായിട്ടുണ്ട്,
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം വൈറ്റ് ആക്കി മാത്രം നിർത്താനുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്തത്. പക്ഷേ മൾട്ടി കളർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയൊക്കെ എടുപ്പ് തോന്നി. അപ്പോൾ ഈ ഒരു ജൂബിലി വർഷത്തിൽ ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത് എല്ലാവർക്കും ഒരു അഭിമാനവും കൂടിയാണ്. നമ്മൾ ഇത്രയും വലിയൊരു ട്രൈ ചെയ്യാനാണ് ഒത്തിരി പേര് ചോദിച്ചു ഇതെങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളത്. അത് ഞങ്ങൾക്കൊരു അഭിമാനത്തിന്റെ കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഇത്രയും വൈബാക്കാനായിട്ട് സാധിച്ചത് ഒത്തിരി പേരുടെ സ്നേഹവും അതുപോലെ തന്നെ ഒത്തുപൊരുമിക്കലും ഞങ്ങളുടെ കൂട്ടായ പങ്കാളിത്തം തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്ന് പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി തന്നെ നന്ദി പറയുകയാണ്. ഈ ഒരു ക്രിസ്മസ് വളരെ നല്ലൊരു ക്രിസ്മസായി മാറട്ടെ. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കരുതലിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ക്രിസ്മസായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും പുതുവർഷത്തിൻ്റെ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. സിൽവർ ജൂബിലിയുടെ ഭാഗമായി അർഹരായ 25 കുടുംബങ്ങൾക്ക് യൂദാപുരം ദേവാലയം ഭവനം നിർമ്മിച്ചു നൽകി വരികയാണ്. അവയിൽ 20ാമത്തെ ഭവനത്തിന്റെ നിർമ്മാണ ശുശ്രൂഷയും ഈ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവേളയിൽ നടന്നുവരികയാണെന്ന് യൂദാപുരം റെക്ടറും വികാരിയുമായ ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി പറഞ്ഞു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെതായ എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ദിനമാണ്. കണ്ണുകൾക്ക് വളരെയധികം ഇമ്പകരമാവുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കാണുന്നത്. ഏറ്റവും വലിയൊരു ആനന്ദം എന്ന് പറയുന്നത് ഈശോ ജനിച്ചിരിക്കുന്നു, ഈശോയെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈശോയെ കാണാനും ഈശോ അനുഭവിക്കാനും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ സാധ്യമാക്കട്ടെ. യൂദാപുരം ദേവാലയത്തിൽ മഹത്തായ മറ്റൊരു കാര്യം കൂടെ ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. കാരണം ഈ ക്രിസ്തുമസ് ഈശോയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ കാറ്റഗിസം കുട്ടികളും യുവജനങ്ങളും പുൽക്കൂട് മത്സരം നടത്തുന്നതിനേക്കാൾ ഉപരി ഒരു ഭവനം നിർമ്മാണ ശുശ്രൂഷയിലാണ്. ഒരു നിർധനരായ ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് ഭവനം വെച്ചു കൊടുക്കുന്ന ശുശ്രൂഷ അവർ നടത്തുന്നു. ജൂബിലിയോടനുബന്ധിച്ചുള്ള 25 ഭവനങ്ങളിൽ 20ാമത്തെ ഭവനമായി അത് നടത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സകലർക്കും രക്ഷയുടെ അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും സൽപ്രവർത്തികളിലൂടെ ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. യൂദാപുരത്ത് നിന്ന് ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി. ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന കരോൾ സന്ധ്യ ആകർഷകമായിരുന്നു. ക്രിസ്മസ് പപ്പയുടെ വേഷം ധരിച്ച കുട്ടികൾ പാട്ടും ഡാൻസുമൊക്കെയായി കാഴ്ചക്കാരുടെ മനം കവർന്നു.
നിരവധി വിശ്വാസികളും യാത്രക്കാരുമെല്ലാം കരോൾ ആസ്വദിക്കാൻ എത്തിയിരുന്നു. ക്രിസ്തുമസ് സന്ദേശവുമായി സമീപ പ്രദേശങ്ങളിലേക്കും കരോൾ സംഘം വാഹന സഞ്ചാരം നടത്തി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.